നമസ്കാരം. നമ്മുടെ 6 ഫീറ്റ് നെറ്റിപ്പട്ടം മേക്കിങ്ങിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഫോം ഷീറ്റിലാണ് ഈ ഒരു 6 ഫീറ്റിന്റെ നമ്മളൊരു അളവ് വരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ച ആ കടയിൽക്കാർ തന്നെ ഇതിലിങ്ങനെ ഷേപ്പ് വരച്ച് തന്നു വിട്ടിരുന്നതാണ്. പക്ഷെ എനിക്ക് ഇത്രയും വൈഡ് ആയിട്ടുള്ള, ഇപ്പൊ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ നല്ല വൈഡാണ് കേട്ടോ, നല്ല വിഡ്ത്ത് ഉണ്ട് ഇതിന്. അപ്പൊ എനിക്ക് ഇത്രയും വിഡ്ത്ത് വേണ്ട, അപ്പൊ ഞാൻ ഇത് കുറച്ചും കൂടെ വിഡ്ത്ത് കുറച്ചിട്ട് അതുപോലെ തന്നെ സൈഡിൽ ഒരു ചെറിയ കർവൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിതിന്റെ അളവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഒരു ടോപ്പ് വിഡ്ത്ത് വരുന്നത്, അതായത് നമ്മളിതേ ഈ ഒരു ടോപ്പ് വിഡ്ത്ത് വരുന്നത് ഏകദേശം ഒരു 81 സെന്റിമീറ്റർ മുതൽ ഒരു 85 സെന്റിമീറ്റർ വരെ നമുക്ക് ടോപ്പ് വിഡ്ത്ത് ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ എന്തെങ്കിലും പേപ്പറിലോ അല്ലെ ന്യൂസ് പേപ്പറിലോ ഒക്കെ കട്ട് ചെയ്യുന്നെങ്കിൽ അത് നേരെ നടുവേ മടക്കിയിട്ട് നേരെ ഹാഫ്, ഇപ്പം നമ്മൾ ഒരു 84 ആണ് എടുക്കുന്നതെങ്കിൽ 42 ആയിട്ട് ഹാഫ് ആയിട്ട് മേളി മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ലെങ്ത് നമുക്ക് കൊടുക്കാവുന്നത് ഒരു 185 അതുപോലെ 181 ഒക്കെ നമുക്ക് ലെങ്ത് കൊടുക്കാം. 6 ഫീറ്റ് നെറ്റിപ്പട്ടത്തിന്റെ അളവാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ മേളുഭാഗം വരുമല്ലോ, അതായത് ഈ 6 ഫീറ്റിന് നമ്മൾ ഈ വരച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഗോൾഡൻ ഏരിയ മാത്രമാണ്, അതായത് നമ്മൾ ബീഡ്സ് ഒക്കെ ഒട്ടിക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ്. അതായത് അതിന്റെ മുകൾ ഭാഗത്തോട്ട് നമുക്ക് കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു റെഡ് വെൽവെറ്റ് വെച്ച് നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, അതേ ആ മുകൾ ഭാഗം കണ്ടോ, ഒരു റെഡ് വെൽവെറ്റിന്റെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഭാഗം കൂടെ നമ്മൾക്ക് വേണ്ടി വരും. അപ്പൊ നമ്മളത് കൊടുക്കുന്നത് റെഡ് വെൽവെറ്റ് കട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എക്സ്ട്രാ ഒരു മുകളിലോട്ട് നമ്മൾ എക്സ്ട്രാ കുറച്ച് സെന്റിമീറ്റേഴ്സും കൂടെ കൊടുത്തിട്ടാണ് ആ റെഡ് വെൽവെറ്റ് കട്ട് ചെയ്യുക കേട്ടോ. ഈ ഫോം ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്യുന്ന കറക്റ്റ് ആ ഒരു ഗോൾഡൻ ഏരിയ മാത്രമാണ്. അപ്പൊ ഞാൻ എനിക്ക് വേണ്ട ആ ഒരു കർവൊക്കെ ഉള്ള ആ ഒരു ഷേപ്പ് വരച്ചിട്ട് നമുക്ക് കാണാവേ. ഞാൻ എനിക്ക് വേണ്ട ഷേപ്പ് ആ പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ആ ഒരു വരച്ച ഇതിലേ കൂടെ, അതിപ്പോൾ ഞാൻ ആ ബ്ലൂ ലൈൻ കൂടി തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ നേരെ ആയതുകൊണ്ടേ കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്തിരിക്കുന്ന ഷേപ്പ് രണ്ട് സൈഡ് ഒരുപോലാണോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് ആ ഒരു ബ്ലൂ ലൈനിൽ കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ നടുവ് മടക്കിയിട്ട് ആ ഷേപ്പ് ഒന്നുകൂടെ കറക്റ്റ് രണ്ടിടം ഒരുപോലാണോ നോക്കി കറക്റ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ട് കാണിക്കാവേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത്, നമ്മളിതുപോലെ അത് സെൻറ്റർ, കറക്റ്റ് സെൻറ്റർ നോക്കി മടക്കിയിടുക. ഞാൻ ഫോണൊക്കെ വെച്ചിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാനാണേ. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും കർവൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു കർവിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും ഒരുപോലെ വരും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേന് നൂർത്തിട്ടിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് സൈഡും രണ്ട് രീതിയിലായി പോകും നമ്മൾ വരച്ച് കഴിയുമ്പം. അപ്പം അതൊരു വൃത്തികേടായി പോവും. ഈ കർവെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ ഇതാണ്, ഇത് കേട്ടോ, ഇത് കണ്ടോ കർവ് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ അതൊരു ഭംഗിയുണ്ട്, പ്രത്യേക ഭംഗിയുണ്ട് ആ കർവ് വരുമ്പോൾ. നമുക്ക് അങ്ങനെ വേണേലും കൊടുക്കാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വേണേലും കൊടുക്കാം. പക്ഷെ സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് അത്ര ഭംഗി തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് ഈ സെയിം കർവിന്റെ ഷേപ്പിൽ മതി എന്നാണ്. അപ്പം നമുക്ക് ആ ഒരു കർവിലോട്ടത് ഒന്നുകൂടെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവേ. ഇതേ ഞാൻ ആ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ടേ. നമ്മൾ മുകളിൽ നിന്ന് ആ കർവ് വരെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ താഴെ ഒരു കർവ് കൊടുത്തിട്ട് ഇത് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ആ ഒരു കറക്റ്റ് സൈസ് ഷേപ്പ് ഓക്കെ ആയിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ് വെട്ടിയില്ല, വെട്ടുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ടോ. അതായത് നമുക്ക് എല്ലാം വെക്കാനുള്ള സ്പേസ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമ്മളൊന്ന് വെച്ച് നോക്കിയിട്ട് വേണം വെട്ടാൻ. വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആ ക്ലോത്ത് വെറുതെ പോകത്തേ ഉള്ളൂ. ഇനി അഥവാ നമുക്ക് വെക്കാൻ പറ്റത്തില്ലെങ്കിലോ. ഞാൻ ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ വരച്ച ഷേപ്പിൽ കട്ട് ചെയ്താലും എല്ലാം വെക്കാനായിട്ട് നമുക്ക് നല്ല ഇടയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം അതേ നമ്മൾ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ ചേർത്ത് കട്ട് ചെയ്തിട്ടുണ്ടേ. ആ കർവൊക്കെ കണ്ടോ. ഇനി അടുത്ത് നമുക്കതിൻ്റെ മുകളിൽ നമുക്ക് ഗോൾഡൻ ക്ലോത്താണ് ഒട്ടിക്കേണ്ടത്. അപ്പം അത് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഷേപ്പിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഗോൾഡൻ ക്ലോത്തും വെക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ഫോം ഷീറ്റ് നേരെ നടുവേ മടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ക്ലോത്തും നടുവേ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ നല്ല കറക്റ്റായിട്ട് വെട്ടാം. ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ ഗോൾഡൻ ക്ലോത്ത് കുറച്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ ഗോൾഡൻ ക്ലോത്ത് നമ്മുടെ ഈ ഒരു ഫോം ഷീറ്റിലേക്ക് ഒട്ടിച്ചെടുക്കുക ചെയ്യേണ്ടത്. ഇതുപോലെ ഞാനത്
ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന കണ്ടോ, സൈഡുകളിലും ബാക്കിലും ഒക്കെ നമ്മൾ കുറച്ച് എക്സ്ട്രാ നിൽക്കുന്ന ബീഡ്സ് ഒട്ടിക്കുന്ന നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. ടാറ്റ ബൈ ബൈ, സീ യു.